നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആ കാര്യം തന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുക. അതിലെന്താ സംശയം? എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മോശ സമയം ഉണ്ടാവും. അതായിരുന്നു കഴിഞ്ഞു പോയതെന്ന് കരുതിയാ മതി. അതെ, അത് തന്നെയാ ഞാനും പറയുന്നത്. ഇവനെന്താ ഇവിടെ? സഞ്ജു എല്ലാവരെയും ഒന്ന് കാണാൻ വന്നത്. ഓഹോ, അപ്പൊ അതാണ് പരിപാടി. ഒരിക്കൽ ഈ വൃത്തികെട്ടവനെയും കൂട്ടി എന്റെ മകന്റെ ജീവിതം തകർത്തു. അന്നവൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് ഞങ്ങൾക്കേ അറിയൂ. ഓഹ്, ഒരു വിധത്തിൽ അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വീണ്ടും അവനെ ചതിക്കാൻ നോക്കുവാണോ? സുശീല തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. താൻ മിണ്ടരുത്. താൻ എന്തൊരു അച്ഛനാടോ? നീ മിണ്ടായിരിക്കടാ. ഈ വൃത്തികേട് കണ്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് നീ പറയുന്നത്? സ്വന്തം മകളെ ഒരു അന്യ പുരുഷന്റെ കൂടെ അഴിഞ്ഞാടാൻ സമ്മതിക്കുന്ന ഒരു അച്ഛനും അമ്മയും. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അന്യപുരുഷനോ? ഞാൻ ഇപ്പോഴും മനീഷയുടെ ഭർത്താവാണ്. അതെ ആന്റി, ഞാനും സഞ്ജു വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഓഹോ, എന്നിട്ടാണോ നിങ്ങൾ എന്റെ മുമ്പിൽ ഇത്രയും നാടകം കളിച്ചത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെ ഒന്നിപ്പിച്ചത് സത്യന്. സത്യന് തന്നെയാ ഇവരെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള നിർബന്ധവും. ഇന്ദിര, നീ കേട്ടില്ലേ? സത്യനാണത്ര ഇവരെ ഒന്നിപ്പിക്കാൻ നിർബന്ധം. അപ്പൊ സത്യനായിരിക്കും അന്ന് നിന്നെ ഇവന്റെ കൂടെ ഇറക്കി വിട്ടതല്ലേ? അമ്മേ, അമ്മ സമാധാനിക്കേ. നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. ഞാൻ എങ്ങനെ സമാധാനിക്കൂടാ? എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവനെ പെരുവഴിയിലാക്കിയിട്ട് വേണോ ദേ ഇവനോളും ഒരു കാലത്തും കുടം പിടിക്കില്ല. നീ നോക്കിക്കോ. എന്റെ കുടുംബത്തോട് കാണിച്ച എല്ലാ നെറുകേടും മറന്ന് വീണ്ടും ഒന്നിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ നീ അവനെ വീണ്ടും വിളിച്ച് വീട്ടിൽ കയറ്റിരിക്കുവാണല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. അതെ, ശരിയാ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അല്പം കൂടി സംസ്കാരം ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. എല്ലാം അവസാനിപ്പിച്ചു പോയ നീ അല്ലടി ഓരോന്നും പറഞ്ഞ് വീണ്ടും നിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയത് അവനെ. എന്നിട്ടൊരു കോമാളിയെ പോലെ നീ എവിടെയൊക്കെ എന്റെ കുഞ്ഞിനെ കൊണ്ട് നടന്നു. എന്നിട്ടെന്തേ ഇവൻ വന്ന് വീണ്ടും എളിച്ചു കാണിച്ചപ്പോ അവന്റെ കൂടെ ജീവിക്കാൻ പോവാണെന്ന് അല്ലടി? ആന്റി ഞാൻ സത്യമായിട്ടും പറഞ്ഞിട്ടാ. മിണ്ടരുത്. എന്റെ മകന്റെ പേര് പോലും പറയാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി ഒരിക്കലും അവന്റെ പേര് നീ വിളിക്കരുത്. എടി, പണം ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, സംസ്കാരം വേണം. അതില്ലെങ്കിൽ പിന്നെ എത്ര പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോവാ. വാടാ. അമ്മേ, എന്നെ അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്ന് വെച്ച് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതെ മോളെ, ഇവനിപ്പോ വീട് വിട്ട കട, കട വിട്ട വീട്, അത്രേ ഉള്ളൂ. അച്ഛനിവിടെ ഇല്ലാത്തോണ്ട് രാത്രി നേരത്തെ വീട്ടിലെത്തുകയും ചെയ്യും. അല്ല, നിങ്ങൾ രണ്ടാളും എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? എന്നെ വഴിയിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തിരിഞ്ഞു നോക്കാതെ നീ പോകുമെന്ന് എനിക്കറിയാം. എന്നാലേ ഞാൻ പോവാൻ വേണ്ടി വന്നതല്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിന്റെയും കൂടെ സ്ഥിരതാമസത്തിന് വന്നതാണെങ്കിലും സത്യമാണോ മോളെ? ചീരുമോളപ്പോ ഇനിയിവിടെ ഉണ്ടാകുവനോ? അതെ ആന്റി, 2 കുഞ്ഞുങ്ങളെയും കാണാതെ ഇവിടെ എത്ര നാള് വിട്ടു നിൽക്കും? എന്നുവെച്ച് എല്ലാം സഹിച്ച് ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ വീണ്ടും പഴയ പോലെ ആണെങ്കിൽ ഞാൻ എന്റെ മക്കളെയും കൂട്ടിയായിരിക്കും പോകുന്നത്.
ഇല്ല മോളെ, വിനയന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇവന്റെ മാമനും ഇവനെ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. പെട്ടെന്നെന്താ ഇങ്ങനൊരു ബോധോദയം ഉണ്ടാവാൻ? കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാണെങ്കിൽ അവരെ ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നതിന് ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അങ്ങനെ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചങ്ങ് സൂഹിക്കണ്ട. എന്നെയും മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തേ നിങ്ങൾക്കാ. ആ കടമ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. നന്നായി മോളെ, ഇങ്ങനെ തന്നെ വേണം ഭാര്യമാര്, അല്ലേ അനു? ആ, ഞാനേ നിങ്ങക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാം. ഹലോ ഹലോ ചേട്ടാ, എന്താ ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണോ? അതെന്തേട്ടാ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ എന്ത് പറഞ്ഞ ചേട്ടനെ പേടിപ്പിക്കുന്നേ? ചേട്ടന്റെ കയ്യിലല്ല ആയതിരിക്കുന്നേ. അപ്പൊ ആ ഓർമ്മയുണ്ടല്ലേ? എന്നിട്ടാണോ ഗുണ്ടകളെ വിട്ടിട്ട് എന്നെ ആക്രമിക്കാൻ നോക്കിയത്? അത് പിന്നെ ചേട്ടാ, ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഒന്നോർത്തോ, എന്നെ കൊന്ന ഫോൺ കൈക്കലാക്കാമെന്ന് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ വെറുതെ നടക്കില്ല. ഞാനെന്ന് പറഞ്ഞല്ലേ? അത് കഴിഞ്ഞു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്.